ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കൊല്ലവർഷം 2002 ഗുജറാത്ത് കലാപം എന്ന പേരിൽ നമ്മൾ അറിയപ്പെട്ട സംഭവം. ഒരു പറ്റം ഹൈന്ദവ വിശ്വാസ സഹോദരങ്ങൾ രാമജന്മഭൂമി അയോധ്യയിലേക്ക് ട്രെയിനിൽ പോകുന്നു. ഗോത്ര കൂടി അവരുടെ പ്രാർത്ഥനാലപനങ്ങളും അത് എല്ലാ മതങ്ങളും ചെയ്യുന്നതാണ്. അങ്ങനെ അവരെ അങ്ങോട്ട് പോകുമ്പോൾ ഗോദ്രയിൽ വെച്ച് എന്തോ കശപിശയുണ്ടാകുന്നു. തിരിച്ചു വരുമ്പോൾ അവരെ പിടിച്ചിട്ട് ആ കമ്പാർട്ട്മെൻറ്റ് 2 ഭാഗത്തുനിന്ന് അടച്ചിട്ട് തീയിടുന്നു. 60 പ്രത്യേക വിഭാഗത്തിലുള്ള സമുദായം, ആ സമുദായത്തിൻ്റെ പേരൊന്നും പറയാൻ പാടില്ല, അത് ഭയങ്കര വലിയൊരു മനുഷ്യാവകാശമാണോ അതോ ഇതിൻ്റെ സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം, അതുകൊണ്ട് ഞാൻ ആ വിഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത് പറയുന്നതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണാം, കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞവരുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. 60 ആൾക്കാർ ഒരു വിഭാഗത്തിൽപ്പെട്ട മതത്തിൻ്റെ പേരിലാണ് മരണം. അത് മതത്തിൻ്റെ പേരിലല്ല എന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒട്ടനവധി ജനങ്ങൾ ശ്രമിക്കും. പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗമാണ് ആ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിച്ച്. നിങ്ങൾ ആ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിലിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറത്ത് ചാടാൻ ജനലയുടെ കമ്പി അറിയാം, ഇന്ത്യയിലെ ട്രെയിനിൻ്റെ ജനലയുടെ കമ്പി അറിയാം, അതിൽ കൂടെ പുറത്ത് ചാടാൻ പറ്റില്ല. നിങ്ങളുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടച്ചു, തീയിട്ടു, കത്തി വേവുന്നു. 60 ആൾക്കാർ. അതിന് പകരമായിട്ട് നട്ടലിലുള്ള ഒരുത്തൻ നിൽക്കാണ് തിരിച്ചടിക്കാൻ. ഏകദേശം ഒരു 2500 ആൾക്കാരെ അതിനുള്ള തിരിച്ചടിയായിട്ട് കൊടുക്കുന്നു. കേന്ദ്ര ഈ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹം പറയുന്നത്, ഗുജറാത്തിൽ വരുന്നു അദ്ദേഹം പറയുന്നത് AB വാജ്പേയി എന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സമാധാന ദൗത്യവുമായിട്ടാണ് അദ്ദേഹം ഗുജറാത്തിൽ വന്നതെന്ന് തിരിച്ചയക്കുന്നു, ആട്ടി ഓടിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി തിരിച്ചയക്കുന്നു. ഈ 60 ആൾക്കാർ മരിച്ചത്, അതായത് ഞാൻ പറഞ്ഞ കഥയിലെ 60 ആൾക്കാർ മരിക്കുന്നത് വരെയുള്ള കഥകൾ പല ചാനലുകൾ നമ്മളോട് പറയില്ല. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരു ചാനലും പറയില്ല. അത് ഏത് ഇതിൻ്റെ സംഭവ വികാസമാണെങ്കിലും 60 ആൾക്കാർ മരിച്ച കഥ നമ്മൾ ഒട്ടനവധി, കൊന്ന കഥ, മരിച്ചതല്ല കൊന്ന കഥ, കൂട്ടിയിട്ട് തീയിട്ട കഥ നമ്മളോട് പറയാതിരിക്കാനായിട്ട് ആരൊക്കെയോ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ അടുത്തൊരു മുസ്ലിം സഹോദരൻ അഡ്വക്കേറ്റ് ജയശങ്കറോട് ചോദിക്കുകയുണ്ടായി, വെറുതെ അല്ലേ ഒരു ഗർഭിണിയുടെ വയറു കുത്തിപ്പൊളിച്ചതും 2500 ആൾക്കാരെ ഗുജറാത്തിൽ കൊന്നതും എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് കൂട്ടിയിട്ട് കത്തിച്ചതാണ്, ആ കത്തിച്ചവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രം നമ്മുടെ മാധ്യമങ്ങൾക്ക് പറയാനൊരു നാണം, മാനം, മൊട്ടത്തലയൻ, നായർക്കൊപ്പു, നായർ തൊട്ട് എവിടെയുള്ള ഏത് മാപ്പിളയാണെങ്കിലും പറയാൻ നാണാണ് അവർക്ക്. ആ നാണത്തിനെ എവിടേക്ക് എത്തിക്കണം എന്ന് പറയട്ടെ. ആ നാണത്തിനെ ഞാൻ എത്തിക്കേണ്ടത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ബിൻ ജാസിം പണ്ട് പറഞ്ഞു, ഏകദേശം ഒരു $1 ട്രില്യൺ, 1 കോടി രൂപ ഒക്കെ വരും ഏകദേശം ആ രൂപ. ഇവിടുത്തെ അമേരിക്കയിലെ അവരിൽ പണമുണ്ട്, അറബ് രാജ്യങ്ങളുടെ പണം, എണ്ണവിട്ട പണം ഇഷ്ടം പോലെ ഉണ്ട്. അമേരിക്കയിൽ പോലും അത്ര അവർ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ആരൊക്കെ കീശയിൽ വിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഊഹിക്കണം. പിന്നെ അപ്പോൾ ഈ ബിൻ ജാസിം പറഞ്ഞത്, ജനാധിപത്യ രാജ്യങ്ങളിൽ അവരുടെ ആ ഒരു മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പണം ഒഴുക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മുടെ കതറിട്ട മതേതരത്വം പറയുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യ അവകാശം പറയുന്നതിന് വേണ്ടിയിട്ടും അവർ പണം ഒഴുക്കുന്നുണ്ട്, മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും. അപ്പോൾ ഈ 60 ആൾക്കാരെ കൊന്ന കഥ ഭക്തി കൂട്ടിയിട്ട് കത്തിച്ച, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആൾക്കാരെ കൂട്ടിയിട്ട് കത്തിച്ച കഥ പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞാൽ അവർ സത്യസന്ധരാണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കും പറയാം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും പറയാം. അതായത് 60 ആൾക്കാരെ കത്തിച്ചതിന് 2500 ആൾക്കാരെ വരിന്നെടുത്ത് കളഞ്ഞത് കഥയാണ്. അതിലൊരു ഗർഭിണീൻ്റെ കഥ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ അറിയാം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു ചാനലുണ്ട്. ചാനൽ ഇപ്പോൾ എന്തൊക്കെ പറയണ്ട എന്നുള്ളത്, കാരണം എൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് കണ്ടമാനം സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ്. നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഇത്, കാരണം എനിക്ക് ഫണ്ടിങ് ഇല്ല. അത്
ചില മലർനാടൻ വ്യാജന്മാരും അതുപോലെയുള്ള പുതിയ യൂട്യൂബർമാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച അവരുടെ നിലപാട് മാറ്റങ്ങൾ ഈ ബിൻജാസിം പറഞ്ഞ കഥയുമായിട്ട് നിങ്ങൾ ചേർത്ത് വായിക്കണം. അവർ മതേതരത്വം പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇനി ഞാൻ കഥയിലേക്ക് വരാം, ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2005 ശ്രീമാൻ മോഡി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ ഇവിടേക്ക് വരണം. ഞാൻ പറഞ്ഞു ജോർജ് ഫെർണാണ്ടസിൻ്റെ കഥയും വാജ്പേയിയും അതൊക്കെ പറഞ്ഞു. ഗുജറാത്തി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി വരാനായിട്ട് പ്ലാൻ ചെയ്യണം. ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ വരാനായിട്ട് ഡിപ്ലോമാറ്റിക് വിസയുണ്ട്, B1 B2, അദ്ദേഹത്തിൻ്റെ B1 B2 വിസയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വിസയുണ്ട് അദ്ദേഹത്തിൻ്റെ. ജോർജ് ബുഷ്, മകൻ ബുഷ്, അപ്പൻ ബുഷിൻ്റെ മകൻ ബുഷ് ആകെ അങ്കലാപ്പിപ്പെട്ട് കിടക്കാം. ഞാൻ ഈ ജോർജ് ബുഷിൻ്റെ അണ്ടറിലൊരു പട്ടാളക്കാരനായിരുന്നു കേട്ടോ, സൈനികനായിരുന്നു. അന്ന് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഏകദേശം ഒരു 80-85 പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഉള്ള ആ ഒരു യുദ്ധത്തിൽ. അപ്പോൾ ഇദ്ദേഹം ആകെ പെട്ട് കിടക്കാം. അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ 2003 ഇറാഖിനെ അടിക്കാൻ പോകുന്ന സമയത്ത് ആ സമയത്ത് ഇദ്ദേഹം ടോണി ബ്ലെയറിനോട് പറയും നമുക്ക് ഇന്ന് അൽ ജസീറ ചാനൽ അടിക്കാം. ടോണി ബ്ലെയർ പറയും വേണ്ട 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 എന്ന് പറയുന്ന ആളാണ്. പക്ഷെ കൂടി ചാടി ഇറങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ടോണി ബ്ലെയറും ചാടി ഇറങ്ങി. അവിടെ ഇവിടെയൊക്കെ ബോംബ് ചെയ്തോണ്ടിരിക്കുക. പിടികിട്ടണില്ല. ആവുന്ന അത്ര വയറ്റി നോക്കിയിട്ടും ജോർജ് ബുഷിന് പിടികിട്ടണില്ല. തന്നെയല്ല, ഇതൊരു ഇസ്ലാമിക ആൾക്കാരെ കൊല്ലുന്നു, മുസ്ലിമുകളെ കൊല്ലുന്നു എന്നുള്ള രീതിയിലേക്ക് വഴിതെറ്റി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചേക്കണം, മുസ്ലിമുകളുടെ വിരോധം പിടിച്ചു പറ്റാതെ പിടിച്ചു നിൽക്കണം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഏതൊരു മുസ്ലിം അറബിയോ അറബ് രാജാക്കന്മാരാരോ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, മോഡി ഗുജറാത്ത് പ്രധാന മുഖ്യമന്ത്രി മോഡി ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങോട്ട് അവിടെ 60 ആൾക്കാരെ ഹിന്ദുക്കളെ കൊന്നതിന് ഒരു 2500 പ്രത്യേക സമുദായക്കാരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇസ്ലാം വിരോധമാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിസ അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ താങ്കൾ ഫേമസ് ആവും, താങ്കളൊരു ഇസ്ലാം ഇതാവും. ജോർജ് ബുഷ്, മകൻ ബുഷ് ഇസ്ലാം പ്രീണപ്പെടുത്തി സുഖിപ്പിച്ചു കൊടുക്കുന്ന തിരുമ്പലുകാരനാവും ജോർജ് ബുഷ്. അങ്ങനെ ഇദ്ദേഹം മോഡിയുടെ വിസ ക്യാൻസൽ ചെയ്യണം, വരണ്ടെന്ന് പറയണം. മോഡി പക്ഷേ അഹമ്മദാബാദിൽ നിന്നും ഗുജറാത്തിലേക്ക് ഇവിടുത്തെ വീഡിയോ കോൺഫറൻസ് വഴി ഇവിടുത്തെ ഗുജറാത്തികളെ അഭിസംബോധന ചെയ്തു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കഴിഞ്ഞ് 2014 2008 ഒബാമ അധികാരത്തിൽ വരുന്ന, ജോർജ് ബുഷ് കഴിഞ്ഞ് 2008 അധികാരത്തിൽ വന്ന് 2014 മോഡീനെ, അതായത് അതിനുശേഷം ഏകദേശം ഒരു 10-30 വർഷം ഈ ജനാധിപത്യത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ വിസ ക്യാൻസൽ ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. സോണിയയുടെ ആള് മൻമോഹൻ സിംഗ് വളരെ ബഹുമാനമായിട്ട് എനിക്ക്. ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റി ധനകാര്യം 91 നരസിംഹറാവു എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തിത്വമാണ്. കുടുംബാധിപത്യത്തിൻ്റെ ഇതുകൊണ്ടൊന്നല്ല, കഴിവുകൊണ്ട് വന്ന റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. 91 ധനകാര്യമന്ത്രി. ഇന്ത്യ ഇപ്പോൾ പട്ടിണി ദാരിദ്ര്യത്തിൽ കിടന്ന ആഫ്രിക്കയുടെ അത്ര അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തെ കൈപ്പിടിച്ച് വളർത്തിയ ഒരു 40 മില്യൺ ആൾക്കാർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കൈപ്പിടിച്ച് വളർത്തിയ നേതാവാണ് ശ്രീമാൻ മൻമോഹൻ സിംഗ്. കോൺഗ്രസ്സുകാരനായ മൻമോഹൻ സിംഗ് പോലും ബുഷിനോട് നേരെ നിന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് വിസ നിഷേധിച്ചു എന്ന് ചോദ്യം അദ്ദേഹം അന്ന് ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ കാണാം. അദ്ദേഹം ഉന്നയിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ ബുഷ് നോക്കിയത് ഇസ്ലാം വിരോധി അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മോഡിയുടെ വിസ ക്യാൻസൽ ചെയ്തത്. പക്ഷേ 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഒബാമയ്ക്ക് താഴെ ഇതിലും വലിയ ജനാധിപത്യവാദികളാണ് ഒബാമയും ബൈഡൻ അന്ന് പറഞ്ഞതാണ് മോഡി ഇവിടെ A1 വിസയിൽ വരും. അതായത് ഒരിക്കൽ 2005 ബുഷ് തള്ളിക്കളഞ്ഞവനെ ഇവിടെ A1 വിസയിൽ. ഇതവിടെയാണ് ബുഷ് അടിച്ചു കയറ്റിയവനാണ്. ഇത് ബുഷിനെ ചൂളിപ്പോയി, അതായത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവനാണ്. കാരണം ഇന്നും ആ 60 മനുഷ്യൻ്റെ ജീവിതം മലയാളം ഭാഷയിലുള്ള ഒരു ചാനലിന് വിളിച്ചു പറയാൻ പറ്റണില്ല. മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു ചാനലിന് ഗുജറാത്തിൽ 60 പേരെ ട്രെയിനുള്ളിൽ തീ വെച്ച് കത്തിച്ചതിൻ്റെ ഫലമായിട്ട് 2500 ആൾക്കാരെ കൊന്നു. ഞാൻ 95% ഇസ്ലാമിക സഹോദരങ്ങളും നല്ലവരാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരൊരു ലോകത്താണ്, അവരുടെ മതപരമായിട്ടുള്ള ആ ഒരു ഇവർ പറയുന്നത് മാത്രമാണ്. ഇത് വ്യക്തമായി സംഭവിച്ച കാര്യമാണ്.
60 ആൾക്കാരെ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂട്ടിട്ട് കത്തിച്ചവൻ ഉള്ളി കിടക്കുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. ഇനി ഞാൻ വീണ്ടും ഇത് പറയാൻ ഉദ്ദേശിച്ചത്, അവൻ്റെ അടുത്ത് ഈ തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട്, അതായത് തീയിൽ മുളച്ചവൻ്റെ അടുത്തത് അവന് വെയിലാണ്. അവന് ഇത് ഈ റേസ് കോഴ്സിലിരുന്ന് കാണും ഈ പാറ്റയും കീറ്റും കൂറ്റിയും ഒക്കെ വരുന്നതൊക്കെ ഇരുന്ന് കാണാണ് അദ്ദേഹം, കണ്ട് ചിരിക്കുകയാണ്. ഇവനാണോ ഇവന്? അതായത് ഒരു നീറ്റ് പരീക്ഷയുടെ ഇത്ര നാൾ കട്ടുമുടിപ്പിച്ച് ആഫ്രിക്കയുടെ രീതിയിലാക്കിയ ഒരുത്തൻ പട്ടായെന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. അവൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് അതായത് അവൻ എന്ന ആ ഒരു കുടുംബാധിപത്യത്തിന്റെ മുതല് പട്ടായെന്ന് ഇറങ്ങി വരുന്നവൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് മോഡിക്ക് ഒരു ഈസി ആയിട്ടുള്ളൂ. പക്ഷെ മോഡിയോട് എനിക്ക് ബഹുമാനമുള്ളൂ. കാരണം ലോകത്തിന് നെത്തന്യാഹുവിനെ പോലും ട്രംപിനെ പോലും ഒക്കെ, പക്ഷേ ഈ പറഞ്ഞ ട്രംപിനെ പോലും വിലയിട്ടെടുക്കുക അവര്. ട്രംപിന് 400 മില്യൻ്റെ ഒരു പ്ലെയിൻ അങ്ങോട്ട് കൊടുത്തു. അവിടെ കിടന്ന് കറങ്ങണ അയാള്. പക്ഷെ മോഡിനെ ആരും വിലയിട്ടെടുക്കില്ല. അഴിമതികൾ നടക്കണ്ടാവും. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഭരണം കഴിഞ്ഞ് വേറെ ആരോപണങ്ങളുള്ള ഇന്ത്യയിൽ ആരും ഉള്ളിൽ പോവില്ല. കാരണം നല്ല പൈസ വാങ്ങുന്ന ഒരു കോൺഗ്രസിലും BJP-യിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ മോഡിനെ വിലയിട്ടെടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിനെ വിലയിട്ടെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്. അത് ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ പട്ടായെന്ന് വരുന്നവനുണ്ടല്ലോ, പട്ടായെന്ന് മറ്റേ ഗണ്ഡി കുടുംബത്തിൽപ്പെട്ട പട്ടായെന്ന് വരുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഉമ്മൻചാണ്ടി പോലും വെക്കും. മോഡി ഇപ്പോൾ പാടകനായിരുന്നു ഉമ്മൻചാണ്ടി. അതിന് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ മറ്റേ വടാശ്ശേരി ഗംഗാധരൻ മകൻ സതീശൻ മേനോൻ പോലും ഇവൻ്റെ കൂടെ നിൽക്കണവല്ല, മോഡി വിളിച്ച് അവിടെ പോണവനാണ് ഒരു സപ്പോർട്ട് കിട്ടിയത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ അത്രയും പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കുറച്ച് പാർട്ടികളുടെ ആ ഒരു ഇത് സോനം വാങ്ങിച്ചു. ഒരു 60 വയസ്സുകാരനായി 60 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം ഇപ്പതേ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു മോഡി ഒരു വീഡിയോ പറഞ്ഞോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ സമരം നിർത്തി, നിരാഹാരം നിർത്തി, BJP-ക്കാർക്ക് കൈ കൊടുത്തു. ഇവ കുറെ പാറ്റകൾ നടക്കാണ്, പാറ്റകൾ. ഇത് പുതിയ തലമുറ ഒരു ഇതുമില്ല. എന്നിട്ട് നീറ്റ് പരീക്ഷ പോയിന്നോ? അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷം വേണം. ഇതിനും ഏറ്റവും വിഷവിത്തായിട്ട് നിൽക്കണവൻ ആ പട്ടായ എന്ന് വന്നവനാണ്. അവനെ ആട്ടി ഓടിക്കി. ഇന്ത്യയിലെ പ്രധാനമന്ത്രിനെ എല്ലാം ആട്ടി ഓടിക്കണ്ടേ. ആ പട്ടായെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് പോണ ഒരുത്തനില്ലേ പ്രതിപക്ഷ നേതാവ് എന്നും പറഞ്ഞിട്ട്, അവനെ തല്ലി ഒടുക്കി. കഴിവല്ല, ലോയൽറ്റിയാണ്. അവന് വിധേയത്തുള്ളവരെ കൂടെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മുടെ കേസിയൊക്കെ പിന്നാലെ നടക്കണേ. വിധേയത്താണ് അവിടെ ആപ്തവാക്യം, കഴിവല്ല. ശശി തരൂരിനൊന്നും അവരെടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.